ആത്മാവോടും കൂടെ. സ്നേഹം നിറഞ്ഞ റാപ്സനച്ച പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി പറയാം. പ്രിയപ്പെട്ടവരെ, സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഒരു വിരോധം എങ്ങനെയാണ് കൊലപാതകത്തിൽ അവസാനിക്കുന്നത് എന്നാണ് ഈ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. ഹെറോദിയായിക്ക് സ്നാപകയോഹന്നാനോട് വിരോധമുണ്ടായിരുന്നു. ആ വിരോധത്തിന് കാരണം അവർ ചെയ്ത തെറ്റുകൾ സ്നാപകയോഹന്നാൻ ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല. സ്നാപകയോഹന്നാന്റെ വാക്കുകേട്ട് തിരുത്തുവാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ അവളുടെ തിന്മയിൽ തന്നെ തുടരുവാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഏതു വിധേനയും സ്നാപകയോഹന്നാനെ ഇല്ലാതാക്കുക, അതായിരുന്നു അവളുടെ ആഗ്രഹം. അതിനവൾ അവസരം പാർത്തിരുന്നു. അതിനവസരം കിട്ടിയപ്പോൾ തന്റെ മകളെയും ഭർത്താവിനെയും അവൾ ദുരുപയോഗിച്ചു. മറ്റുള്ളവരെ കൂടി തിന്മയിലേക്ക് നയിച്ചു. അവൾ തിന്മയിൽ ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും തിന്മയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ധാർമ്മികത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മകൾ കാണുക, നന്മ ചെയ്യുന്നവരാകുക, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുക. ഈ മൂന്ന് കാര്യങ്ങളിൽ സ്നാപകയോഹന്നാൻ വിജയിക്കുമ്പോൾ ഹെറോദിയ പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ദിവ്യബലിക്കൊരുക്കമായിട്ട് നമുക്ക് ആത്മശോധന ചെയ്യാം. ഞാൻ ആരുടെ ഭാഗത്താണ്? സ്നാപകയോഹന്നാന്റെ ഭാഗത്താണോ, അതോ അല്ലെങ്കിൽ ഹെറോദിയായെ പോലെയാണോ ഞാൻ പെരുമാറുന്നത്? ഞാൻ നന്മയെ ഇഷ്ടപ്പെടുന്നവരാണോ, അല്ലെങ്കിൽ തിന്മയെ സ്വീകരിക്കുന്നവരാണോ? ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് കൂടുതൽ തിന്മയിലേക്ക് നമ്മെ നയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ അൾത്താരയിൽ എല്ലാ തിന്മകളും നമുക്ക് ഇറക്കി വയ്ക്കാം. നമ്മുടെ പാപങ്ങൾ എത്ര തന്നെ കടും ചുമപ്പാണെങ്കിലും കർത്താവിന് അത് കഴുകി വെളുപ്പിച്ച് നമ്മെ വെണ്മയുള്ളവരാക്കുവാനായിട്ട് സാധിക്കും. അതിനാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ വിദ്വേഷവും പകയും വെറുപ്പുമൊക്കെ വിട്ടുപേക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് പ്രത്യേകമായ കൃപ തരട്ടെ. സ്നാപകയോഹന്നാനെ പോലെ നന്മയിൽ വളരുവാൻ, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മകൾ കാണുവാനായിട്ടുള്ള ആ ഒരു നല്ല മനസ്സിന്റെ ഉടമയായി തീരുവാൻ